ഇന്ത്യയുടെ തുറമുഖ നഗരം വലിയൊരു ഭീകരാക്രമണത്തിന് വേദിയാവുകയായിരുന്നു. അതിന്റെ ഉണങ്ങാത്ത മുറിവുകൾ ഇന്നും ഇന്ത്യയിൽ ശേഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ തഹാവൂർ റാണ ഇന്ത്യയിൽ എത്തിക്കുമ്പോൾ ആ ഒരു ഭീകരത്തിന്റെ അനുഭവങ്ങൾ കൂടുതൽ ഇന്ത്യയുടെ മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സമയമാണ്. അന്ന് ആയിരക്കണക്കിന് മനുഷ്യന്മാർ ഇപ്പോഴും ആ വേദനയിൽ ഇങ്ങനെ കഴിയുമ്പോൾ അന്ന് ആ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ഒരുപാട് സൈനികരുണ്ട്. അതിൽ ഇന്നും ആ ഓർമ്മകളുമായി ജീവിക്കുന്ന സൈനികരുമുണ്ട്. അതിൽ മലയാളി ഒരു സൈനികൻ ഇപ്പൊ നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം സർ, കേൾക്കാമോ? നമസ്കാരം, കേൾക്കാം. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് NSG കമാൻഡോ ആയി അന്ന് തീവ്രവാദികൾക്കെതിരെ പോരാടിയ തീവ്രവാദികളെ അന്ന് കാലപുരിക്ക് അയച്ച നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യ മഹാരാജ്യം ഇന്നും ഓർമ്മിക്കുന്ന, കേരളീയർ പ്രത്യേകിച്ച് ഓർമ്മിക്കുന്ന PV മനീഷ് എന്ന NGO കമാൻഡോ, അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്കറിയാവുന്നതുപോലെ തഹാവൂർ റാണ, അതിന്റെ മുംബൈ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാൾ, അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. ഓർക്കുക, അമേരിക്കയിൽ നിന്നാണ് നമ്മളത് ഇങ്ങോട്ട് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? അങ്ങയുടെ ഓർമ്മകൾ എന്തൊക്കെയാണ്? അങ്ങേക്ക് ഇത് എങ്ങനെയാണത് ഫീൽ ചെയ്യുന്നത്? തികച്ചും ആ ഒരു ദൗത്യം സന്തോഷകരം തന്നെ. നയതന്ത്രപരമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് നമുക്ക് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തിനെതിരെ പോരാടിയ, അല്ലെങ്കിൽ അതിന് ആ പോരാട്ടങ്ങൾക്ക് മുന്നിൽ നേതൃത്വം നൽകിയ ഒരു തീവ്രവാദിയെ നമ്മുടെ അവിടുത്തെ വിചാരണ കോടതിയിൽ നിന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് അദ്ദേഹം കുറ്റക്കാരനാണ്, അദ്ദേഹമാണ് ഈ മുംബൈ ടെററിസ്റ്റ് അറ്റാക്കിന് പൂർണ്ണമായിട്ടും നേതൃത്വം കൊടുത്തത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിചാരണ കോടതിക്ക് അത് മനസ്സിലാവുകയും അതിനുശേഷം ഞങ്ങളെ രാജ്യത്തേക്ക് കൈമാറുവാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ നമ്മുടെ NIA ടീം പോയി തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ചു. തികച്ചും എൻ്റെ ഒരു ഒപ്പീനിയൻ, ഞാനൊരു ആ ഓപ്പറേഷനിൽ പങ്കെടുത്ത ഒരാളെന്ന രീതിയിൽ, പ്രത്യേകിച്ച് 26/11/2008 നടന്ന മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് എല്ലാവർക്കും അറിയാം, അത്ര ഭീതിജനകമായിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ടെററിസ്റ്റ് അറ്റാക്കിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ആയിരുന്നു 2008 നവംബർ 26 മുംബൈയിൽ നടന്നത്. ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ എന്നറിയപ്പെടുന്ന ഓപ്പറേഷനിൽ ഏകദേശം 166 ആൾക്കാരോളം മരിക്കുകയും അതിൽ സ്വദേശികളുമുണ്ട്, വിദേശികളുമുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, മുതിർന്നവരുണ്ട്, പ്രായാധികാരുണ്ട്. അല്ലാത്തവർക്ക് ഏകദേശം ഒരു 600-ൽ പരം ആൾക്കാർക്കോളം പരിക്കും പറ്റിയിട്ടുണ്ട്. അങ്ങനെ നടന്ന ഏറ്റവും വലിയൊരു ഓപ്പറേഷൻ ആയിരുന്നു മുംബൈ ഓപ്പറേഷൻ. ആ ഓപ്പറേഷനിൽ ഞാൻ ഈ അവസരത്തിൽ ഒരാളെ സ്മരിക്കുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സാർ. അതേപോലെ അദ്ദേഹമാണ് ആ ഓപ്പറേഷൻ തനിക്ക് നേരെ വന്ന 2 ഭീകരരെ ഇരുനെഞ്ചിൽ വെടിയുണ്ട് ഏറ്റുവാങ്ങിക്കൊണ്ട് ആ ഭീകരരെ വധിച്ചതിന് ശേഷമാണ് രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ചത്. ഈ ഓപ്പറേഷനിൽ സേനാ വിഭാഗങ്ങളിൽ ഏകദേശം 15 പോലീസ് ഓഫീസേഴ്സും അതേപോലെ തന്നെ IPS ഓഫീസർ ആയിട്ടുള്ള ഹേമന്ത് കർക്കറെ സാർ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ ലീഡറായിരുന്നു, മുംബൈ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ ലീഡറായിരുന്നു. അതേപോലെ തന്നെ ഹേമന്ത് കർക്കർ, അശോക് ആംറ്റെ, തലാസ്കർ എന്ന് പറയുന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വീരമൃത്യു വരിക്കും. അതേപോലെ നമ്മുടെ NSGയുടെ കമാൻഡോസ് ആയിരിക്കുന്ന മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സാബ്, അതേപോലെ കമാൻഡോ ഗജേന്ദ്ര സിംഗ് രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ചു. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനും അതേപോലെ ഗജേന്ദ്ര സിംഗിനും രാജ്യം അശോക ചക്ര എന്ന പരമോന്നത ബഹുമതി നൽകി. എനിക്ക് അപകടം സംഭവിക്കുന്നത് ഓബ്രായ് ഹോട്ടലിൽ വെച്ചിട്ടാണ്. ഓബ്രായ് ഹോട്ടലിൽ നിന്ന് 2 തീവ്രവാദികള് ഫേസ് ടു ഫേസ് അറ്റാക്കിലൂടെയാണ് ഫൈറ്റ് ചെയ്യുന്നതിനിടയിലാണ് എനിക്ക് അപകടം പറ്റിയത്. 2 ടെററിസ്റ്റുകളെയും വധിക്കാൻ വേണ്ടി സാധിച്ചു എനിക്ക്. അതേപോലെ തന്നെ അവരെറിഞ്ഞ ഒരു ഗ്രനേഡ് താഴെ വന്ന് ബ്ലാസ്റ്റ് ആയാൽ ഞാൻ സ്പോട്ടിൽ മരിക്കുന്നു തോന്നിയപ്പോൾ ഞാനത് തലയിൽ ഹേറ്റ് ചെയ്തു. പക്ഷെ നിർഭാഗ്യവശാൽ എൻ്റെ തലയുടെ 4 ഫീറ്റ് മുകളിൽ നിന്ന് അത് ബ്ലാസ്റ്റ് ആയി. അങ്ങനെ ഹെൽമെറ്റ് അതിന്റെ ചെറിയ ചെറിയ സ്പില്ലുകൾ ഹെൽമെറ്റിലേക്ക് തുളച്ചു കയറി. ഹെൽമെറ്റ് പൊട്ടിച്ചെതറിക്കൊണ്ട് അങ്ങനെ അതിന്റെ 3 സ്പ്ലിൻഡേഴ്സിന്റെ പീസ് എന്റെ തലയോട്ടിലേക്ക് ഇറങ്ങി. അതിൽ 2 റിമൂവ് ചെയ്ത് ഇപ്പോൾ 1 അവശേഷിക്കുന്നു. മറ്റൊരു കാര്യം, അങ്ങയുടെ ഇന്റർവ്യൂകളിൽ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. കാരണം ഒരു
സൈനികൻ ഇതുപോലുള്ള ഒരു ടാസ്കിന് വേണ്ടി പോകുമ്പോൾ കുടുംബത്തെ പോലും മറന്നു പോകുന്നു, രാജ്യത്തിന്റെ ഉത്തരവാദിത്വം സ്വന്തം കൈകളിലാണ് എന്നുള്ള ഒരു വിചാരത്തോടു കൂടി, ആത്മാർത്ഥമായ അർപ്പണത്തോടു കൂടിയാണ് പോകുന്നത് എന്ന് അങ്ങ് പറയുന്നത് ഞാൻ അങ്ങയുടെ ഇന്റർവ്യൂകളിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു, നമുക്കറിയാം, അഞ്ച് മണിക്കൂറോളം കഴിഞ്ഞാണ് നിങ്ങൾ ആ സംഭവ സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു മാനസിക വികാരം? കാരണം ഇത്രയും പ്രമാദമായിട്ടുള്ള ഒരു തീവ്രവാദി ആക്രമണമാണ്, അത് എക്കണോമിക്കൽ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഇന്ത്യയിലാണ് ഇത് നടക്കുന്നത്, മുംബൈയിൽ നടക്കുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു അന്നത്തെ ഒരു വികാരം ഇതിനോടുള്ള? നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, മുംബൈ എന്ന് പറയുന്ന വലിയ മഹാനഗരം ഏറ്റവും വലിയൊരു ബിൽഡപ്പ് ഏരിയ ആണ്. കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന മഹാനഗരങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മഹാനഗരങ്ങൾ ഒന്നാണ് മുംബൈ. ആ മുംബൈ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരിക്കലും വിജനമാകാറില്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. പക്ഷെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഞാൻ കണ്ട മുംബൈ എന്നത് വിജനമായിട്ടുള്ളൊരു മുംബൈ ആയിരുന്നു. ആൾക്കാർക്കൊക്കെ ഭയാനകമായിട്ട് അവരൊക്കെ എല്ലാവരും അവരുടേതായ വീടുകളിലും മറ്റുള്ള രീതിയിലും പുറത്തിറങ്ങാതെ നിന്നു. കാരണം ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അത് എത്ര പേര് വന്നിട്ടുണ്ട് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഏതൊരു സ്ഥലത്ത് നോക്കിയാലും വെടിശബ്ദങ്ങളായിരുന്നു കേട്ടിരുന്നത്. അങ്ങനെ 8 വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ് ഓപ്പറേഷൻ നടന്നത്. നരിമാൻ ഹൗസ്, താജ് ഹോട്ടൽ, ടൊറന്റോ ഓബ്റോയ് ഹോട്ടൽ, ലിയോപെഡ് കഫേ, കാമ ഹോസ്പിറ്റൽ, ഛത്രപതി ശിവാജി ടെർമിനൽ, CST റെയിൽവേ സ്റ്റേഷൻ, ഗേറ്റ് ഓഫ് ഇന്ത്യ, സെന്റ് സേവിയേഴ്സ് ചർച്ച് എന്ന് പറയുന്ന 8 വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഈ ഓപ്പറേഷൻ നടന്നപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇത്രയും ആൾക്കാർ മരണപ്പെട്ടു, കുറെ ആൾക്കാർക്ക് പരിക്ക് പറ്റി. ആ ഒരു അവസ്ഥയിൽ ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് നമ്മുടെ NSC കമാൻഡോസ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അവിടെ എത്തിയത്. ഞങ്ങൾ എത്തുമ്പോഴേക്കും ടെററിസ്റ്റുകൾ നരിമാൻ ഹൗസ്, താജ് ഹോട്ടൽ, ടൊറന്റോ ഓബ്റോയ് ഹോട്ടൽ എന്ന് പറയുന്ന 3 സ്ഥലങ്ങളിൽ അവിടെയുള്ള ആൾക്കാരൊക്കെ ബന്ദികളാക്കി വെച്ചിരുന്നു. നരിമാൻ ഹൗസിൽ 2 ടെററിസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ താജ് ഹോട്ടലിൽ 4 ടെററിസ്റ്റ് ഉണ്ടായിരുന്നു. ഓബ്റോയ് ഹോട്ടലിൽ 2 ടെററിസ്റ്റ് ഉണ്ടായിരുന്നു. നരിമാൻ ഹൗസിലുള്ള 2 ടെററിസ്റ്റുകളെയും നമ്മുടെ കമാൻഡോസ് വധിച്ചു. അതേപോലെ താജ് ഹോട്ടലിൽ ഉണ്ടായ 4 ടെററിസ്റ്റുകളെയും വധിച്ചു. ഓബ്റോയ് ഹോട്ടലിലുള്ള 2 ടെററിസ്റ്റുകളെ വധിക്കുന്നതിനിടയിൽ വെച്ചിട്ടാണ് എനിക്ക് ഈ അപകടം സംഭവിക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ കണ്ട ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്നത്, ഈ പറയുന്ന ഹോട്ടലുകളിലൊക്കെ ആൾക്കാർ, അത് പ്രായമായിട്ടുള്ള ആൾക്കാർ, അതേപോലെ സ്ത്രീകൾ, കുട്ടികൾ ഒന്നടങ്കം ബുള്ളറ്റുകൾ ഏറ്റുവാങ്ങി. അദ്ദേഹത്തിന് ബുള്ളറ്റും അതേപോലെ ഗ്രനേഡിന്റെ സ്പ്ലിൻഡേഴ്സിലും അവരുടെ തലച്ചോറിലൊക്കെ തുളച്ചു കയറി അവർ മരണപ്പെട്ടപ്പോൾ അവരുടെ ശരീരത്തിലുള്ള എല്ലാ ബ്ലഡും വാർന്നൊഴുകി കൊണ്ടുവരും. ആ ബ്ലഡൊക്കെ ഇങ്ങനെ ഒരു ചളി പോലെ കെട്ടിക്കിടക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരു കമാൻഡോ എന്ന രീതിയിൽ നമുക്കുള്ള ഏറ്റവും വലിയ ഒരു വെറി എന്നത്, ഇത്രയും ഭീകരമായിട്ട്, ഇത്രയും പൈശാചികമായിട്ട് സാധാരണക്കാരായ ജനങ്ങളെ, ഒന്നും അറിയാത്ത നിസ്സഹായരായിട്ടുള്ള ആൾക്കാരെ കൊന്നൊടുക്കുന്ന ഈ കാപാലികന്മാരെ അല്ലെങ്കിൽ ഈ ടെററിസ്റ്റുകളെ എങ്ങനെയെങ്കിലും സ്വന്തം ജീവൻ കളഞ്ഞിട്ടായാലും ഇവരെ ഇല്ലാതാക്കണം എന്ന ഒരു ഉറപ്പോടുകൂടിയാണ് നമ്മൾ പോയിരിക്കുന്നത്. പക്ഷെ അതിൽ സക്സസ്ഫുൾ ആണ്. കാരണം നമ്മുടെ ഏതൊരു സൈനികനും അവനുടെ ഓപ്പറേഷനിൽ പോകുമ്പോൾ അവൻ ഒന്ന് മാത്രമേ ചിന്തിക്കൂ, സൈന്യം അല്ലെങ്കിൽ രാജ്യം എന്നിൽ വിലയേറിയൊരു ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം എന്തെന്നാൽ രാഷ്ട്ര സുരക്ഷയാണ്. ആ രാഷ്ട്ര സുരക്ഷയ്ക്ക് വേണ്ടി എന്റെ ജീവൻ കൊടുത്തിട്ടായാലും നമ്മുടെ രാഷ്ട്രത്തിന്റെ സുരക്ഷ എന്റെ കയ്യിൽ ഭദ്രമായിരിക്കും എന്ന ഇച്ഛാശക്തിയും മനോബലത്തോടും കൂടിയാണ് ഓരോ സൈനികനും പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഞാനും പ്രവർത്തിച്ചത്. എനിക്ക് അപകടം സംഭവിച്ചപ്പോൾ എന്റെ തലയിൽ ഇപ്പോഴും ഒരു സ്പ്ലിൻഡറിന്റെ ചീലുണ്ട്. പക്ഷെ എന്റെ റൈറ്റ് സൈഡ് പാരലൈസ് ആണ്. ഒരു മാസത്തോളം കോമയിലായിരുന്നു. അങ്ങനെ 2.5 വർഷക്കാലത്ത് ഹോസ്പിറ്റലൈസ് ആയി. ഇപ്പോഴും നടക്കാനും കൈയൊന്നും പറ്റാത്ത ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഞാനിപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം ഒരു രാജ്യത്തിലെ ഒരു കമാൻഡോ എന്ന രീതിയിൽ എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചല്ലോ. കാരണം ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു ഓപ്പറേഷനിൽ ഇത്രയും ആൾക്കാരെ കൊന്നത് അവർക്കെതിരെ പോരാടാൻ വേണ്ടി, സധൈര്യം പോരാടാൻ വേണ്ടി, മുന്നിൽ നിന്ന് പോരാടാൻ വേണ്ടി സാധിച്ചല്ലോ എന്ന് എനിക്ക് ഇത് സാധിച്ചതിലുള്ള ഒരു അഭിമാനമാണ് എന്നിലുള്ളത്. പക്ഷെ അവിടെ ഏറ്റവും പ്രാധാന്യം എന്നത്, നമ്മൾ ഒരു കമാൻഡോസ്, ഞങ്ങൾക്ക് നമ്മുടെ ജീവനേക്കാൾ ഏറ്റവും വലുത് നമ്മുടെ സമൂഹത്തിലെ ജനങ്ങളാണ്, നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെയാണ് സുരക്ഷയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനം. കാരണം അവരുടെ സുരക്ഷ കാക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ അതിൽ ചിലപ്പോൾ വീരമൃത്യു വരിക്കും, ചിലപ്പോൾ അപകടം സംഭവിക്കും, ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് വീരമൃത്യു വരിച്ചവരും അപകടം സംഭവിച്ചവരും അതല്ലാതെ മറ്റുള്ള തരങ്ങളിൽ ഒന്നും സംഭവിക്കാത്തവരും അവരും ഒന്നും മറ്റുള്ള തരങ്ങളിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നല്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്, നമുക്ക് ഒരു കുടുംബത്തെ മറന്നുപോകുന്ന ഒരു സംഭവമുണ്ട്.
ഇതേപോലുള്ള സിറ്റുവേഷൻ അഭിമുഖീകരിക്കുമ്പോൾ അന്ന് ആ സമയത്ത് എൻ്റെ വൈഫും എൻ്റെ മകനും ഡൽഹിയിൽ എൻ്റെ ക്വാർട്ടേഴ്സിലായിരുന്നു. പക്ഷെ ഞാൻ അവരെ പോലും മറന്നുപോകും. അത് ആ ഒരു സത്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിലെ എല്ലാ ഓപ്പറേഷനും സക്സസ് ആവുന്നത്. ആ ഒരു സത്യം നിലനിൽക്കാൻ കാരണം ഇത്തരം പൈശാചികമായിട്ടുള്ള സന്ദർഭങ്ങളിൽ കണ്ടപ്പോൾ കാണുമ്പോഴുണ്ടാവുന്ന ഒരു വെറി, അത് ഈ അത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞാലൊന്നും അത് മനസ്സിലാവില്ല. അത് ആ സമയത്ത് അനുഭവിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന വല്ലാത്തൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ഉണ്ടാവുന്ന ഒരു മൂമെന്റ്സ് ഉണ്ട്. ആ മൂമെന്റ്സിലാണ് ഒരു സക്സസ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, അങ്ങ് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് അങ്ങയെക്കുറിച്ച് എഴുതിയപ്പോൾ അവർ എഴുതിയൊരു വാക്കുണ്ട്, ഇഫ് ഹീ ഈസ് നോട്ട് എ ഹീറോ ദെൻ ഹാർഡ്ലി എനിവൺ ഈസ് ക്വാളിഫൈഡ് ടു ബി വൺ എന്ന് എഴുതിയൊരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങ് തന്നെ ഇൻ്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടത്, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ശക്തരായ പവർഫുൾ ആയിട്ടുള്ള സൈനികർ നമ്മുടേതാണ്, കമാൻഡോസ് നമ്മുടേതാണ്, നമുക്കാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അങ്ങേക്ക് ഇപ്പോൾ ഒരുപക്ഷെ മുംബൈ ആക്രമണത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഭീകരർ നമ്മളെ ആക്രമിച്ചു എന്നുള്ളതിനും അപ്പുറത്ത് ആ ഭീകരരെ നമ്മൾ കൗണ്ട് ഡൗൺ ചെയ്തു എന്നുള്ളത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഒരുപക്ഷെ ഇസ്രായേലൊക്കെ ചെയ്തു എന്ന് പറയുന്നത് പോലെ, അങ്ങനെയൊക്കെ പറയുന്നത് പോലെ നമ്മുടെ സൈന്യം വളരെ ശക്തമായ രീതിയിൽ അതിനെ എതിരിടുകയും അഭിമാനമായി മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. എങ്ങനെയാണ് അങ്ങേക്ക് അതിനെ വിലയിരുത്താൻ കഴിയുന്നത്? എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സൈനിക ശക്തിയെക്കുറിച്ചും എല്ലാം എങ്ങനെയാണ് അങ്ങേക്ക് വിലയിരുത്താൻ കഴിയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ? നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ടെക്നോളജി പരമായിട്ട് വേറെ മുന്നിലാണ്. പക്ഷെ നമ്മുടെ രാജ്യം എപ്പോഴും ടെക്നോളജി പരമായിട്ട് പിന്നിൽ നിൽക്കുന്ന അവസ്ഥയിൽ ഉണ്ടായപ്പോഴും നമ്മളൊക്കെ വിൽ പവറിന്റെ കാര്യത്തിൽ നമ്മുടെ വെല്ലാൻ വേണ്ടി ലോകത്ത് ഒരു സൈനിക ശക്തിയും ഉണ്ടായിട്ടില്ല. ഒരു സൈനിക ശക്തിയുമില്ല. മറ്റുള്ളവർ ടെക്നോളജിയുടെ കാര്യത്തിൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, മുൻപന്തിയിലായിരിക്കും. പക്ഷെ വിൽ പവറിന്റെ കാര്യത്തിൽ ഫേസ് ടു ഫേസ് അറ്റാക്ക്, നേരിട്ട് റൂം ഇന്റർവെൻഷൻ ചെയ്യുമ്പോൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന വെപ്പണിൽ നിന്ന് ഫയർ ആകുമോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന ഒരു 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 ഡൗട്ട്ഫുള്ളിലല്ല ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്കത് സാധിച്ചെടുക്കാൻ പറ്റും, അത് സാധിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരില്ല എന്ന ഉറപ്പോടുകൂടിയാണ് ഞങ്ങൾ പോകുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം. നമ്മുടെ രാജ്യത്തിനകത്ത് വന്ന ഒരു തീവ്രവാദിയും തിരിച്ചു പോയിട്ടില്ല. തിരിച്ചു പോകാൻ വേണ്ടി ഇതുവരെ നമ്മുടെ ധീരരായിട്ടുള്ള സൈനികർ വിട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. ആ യാഥാർത്ഥ്യം നിലനിൽക്കുന്ന കാലത്തോളം നമ്മൾ ലോകത്തിന്റെ ഏത് കോണിലായാലും നമ്മുടെ രാജ്യത്തിനെതിരെ പോരാടാൻ വേണ്ടി വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. കാരണം നമ്മുടെ രാജ്യം ഇതുവരെ 5ഓളം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യം ഇന്ന് വരെ മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് അധിനിവേശത്തിന്റെ യുദ്ധം നടത്താൻ ശ്രമിച്ചിട്ടില്ല. നമ്മളൊക്കെ യുദ്ധം നടത്തിയത് ധർമ്മയുദ്ധമായിരുന്നു. കാരണം അതിന്റെ പ്രതിരോധ യുദ്ധം എന്ന് പറയും. കാരണം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ സേഫ് സോണിൽ നിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ശത്രു സൈനികരായാലും ടെററിസ്റ്റുകളായാലും കയറി വരാതെ നമ്മുടെ രാജ്യത്തിന്റെ ജനങ്ങളുടെ സുരക്ഷ കാക്കുക എന്ന ഒരു പ്രതിരോധ യുദ്ധമാണ് നമ്മൾ നടത്തിയത്. 8ഓളം രാജ്യങ്ങൾ അതിർത്തി പങ്കുണ്ട്. ഒരു രാജ്യത്തും സേഫ് സോണല്ല നമ്മളെല്ലാവരും. എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്ത് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ കേരളത്തിന്റെ സൈഡ് നോക്കാൻ ശ്രീലങ്കയിൽ നിന്ന് ആക്രമണം വന്നിട്ടുണ്ട്. ടെററിസ്റ്റുകൾ LTTകൾ മറ്റുള്ള രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ബംഗ്ലാദേശിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, ബർമയിൽ നിന്ന്, അതേപോലെ ഭൂട്ടാൻ, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ, ചൈന, അതേപോലെ പാകിസ്ഥാൻ, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആക്രമണം ഉണ്ടായപ്പോൾ അതിനൊക്കെ പ്രതിരോധിച്ചു 360 ഡിഗ്രി ആംഗിളിൽ അതിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നേറാൻ കെൽപ്പുള്ളവരാണ് നമ്മുടെ സൈനികർ. പിന്നെ രണ്ടാമത്തത് പ്രാകൃതിപരമായിട്ട് നമുക്ക് നമ്മുടെ രാജ്യത്ത് -°C ടെമ്പറേച്ചറുള്ള സ്ഥലമുണ്ട്. അതേപോലെ ഏറ്റവും കടും ചൂടുള്ള ടെമ്പറേച്ചറുള്ള സ്ഥലമുണ്ട്, രാജസ്ഥാൻ പോലുള്ള അല്ലെങ്കിൽ ഹരിയാന ഇതേപോലുള്ള സ്ഥലങ്ങൾ. അതേപോലെ മൈനസുള്ള ജമ്മു കാശ്മീർ പോലുള്ള നോർത്ത് ഈസ്റ്റിലെ അരുണാചൽ പ്രദേശ് പോലുള്ള സ്ഥലങ്ങളുണ്ട്. ഏറ്റവും ആമസോൺ വനങ്ങൾ പോലുള്ള, അതേപോലെ നമ്മുടെ ആസാം, മേഘാലയ സൈഡ് പോലുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഏതൊരു പ്രതിസന്ധിയിലും ഏതൊരു കാലാവസ്ഥയിലും ഏതൊരു സിറ്റുവേഷനെ അഭിമുഖീകരിക്കാൻ നമുക്ക് സൈനികർക്ക് സാധിക്കും. അത് നമ്മുടെ സൈനികരോട് പറയുന്നത് വെച്ചാൽ ഒരു 72 മണിക്കൂറിൽ 3 ലിറ്റർ വെള്ളം മാത്രം കുടിച്ചിട്ട് അത് മാത്രം ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി നമ്മൾ കണ്ടതല്ലേ. സിയാച്ചിൻ ഗ്ലേസറിൽ ഹനുമന്തപ്പ എന്ന് പറയുന്ന ധീര സൈനികൻ, അതേപോലെ 19 മദ്രാസ് റെജിമെന്റിന്റെ ഒരു സിയാച്ചിൻ ഗ്ലേസർ ഡ്യൂട്ടി നോക്കുന്ന സമയത്ത് ഒരു മഞ്ഞുമല എരിഞ്ഞുകൊണ്ട് അതിൽ 10 സൈനികർ അകപ്പെട്ടു. അതിൽ ഓരോ ദിവസവും ഓരോ സൈനികരുടെ ഭൗതിക ശരീരം പുറത്തെടുക്കും. അങ്ങനെ 6ാമത്തെ ദിവസം
ഒരു സൈനികനെ 5 അടി താഴ്ചയിൽ നിന്നും മഞ്ഞുപാളികൾ നീക്കിക്കൊണ്ട് പുറത്തെടുക്കുമ്പോൾ ആ സൈനികൻ വിളിച്ചത് മാ എന്നാണ്. ഹനുമന്തപ്പ എന്ന് പറയുന്ന ധീര സൈനികൻ. ആ സൈനികൻ ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഇന്ത്യൻ സൈനികർ എത്രമാത്രം ധൈര്യശാലികളും എത്രമാത്രം ആത്മാർത്ഥതയുള്ളവരും, വെറും ഓക്സിജൻ മാത്രം ശ്വസിച്ചുകൊണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടാണ് ഹനുമന്തപ്പ ജീവിച്ചത്. ഓക്സിജൻ മാത്രം ശ്വസിച്ചുകൊണ്ടും 5-6 ദിവസം സൈനികർക്ക് ജീവിക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്തതാണ് ഹനുമന്തപ്പ. അതേപോലെ ഏതൊരു കാലാവസ്ഥ, ഏതൊരു പ്രതിസന്ധിയിലും നമ്മൾക്ക് എത്ര കഷ്ടത ഉണ്ടായാലും അതിലൊക്കെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്കറിയാം. മറ്റൊരു കാര്യം, പലപ്പോഴും അന്നത്തെ UPA ഗവൺമെന്റിനെ ഒരു പക്ഷേ വിമർശനം കേട്ടിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ആക്രമണം ഉണ്ടായത് അതൊരു പക്ഷേ ഇന്റലിജൻസ് വീഴ്ചയാണോ, അങ്ങനെ പല രീതിയിൽ അത് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ? കാരണം ആക്രമണം, ഇത്രയും ഭീകരമായ ഒരു ആക്രമണം ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം അത് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച്? ഏതൊരു സൈനികനും രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ മറ്റുള്ള കാര്യങ്ങളിൽ നമ്മളാരും ചിന്തിക്കാറില്ല. ഞങ്ങൾ ചിന്തിക്കുന്നത് രാഷ്ട്രബോധവും രാഷ്ട്രസുരക്ഷയുമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾക്ക് എന്താണോ ഡ്യൂട്ടി ഉണ്ടാകുന്നത് ആ ഡ്യൂട്ടിയെ മാത്രം കുറിച്ച് ചിന്തിക്കുകയാണ് ഒരു ഉത്തമനായിട്ടുള്ള ഒരു സൈനികനും ചെയ്യുന്നത്. അത് XY ആരുമായിക്കോട്ടെ. പക്ഷെ നമ്മുടെ രാഷ്ട്രത്തിന്റെ സുരക്ഷ കാക്കുക എന്ന പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റുന്നു. ഇതുവരെ ആ ഉത്തരവാദിത്തങ്ങൾ സക്സസ്ഫുള്ളിൽ നിന്ന് മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. ഇനിയും അങ്ങോട്ട് ആ സക്സസ്ഫുള്ളിൽ തന്നെയാണ് അവസാനിക്കുക. മറ്റൊരു കാര്യം, അങ്ങയുടെ കുടുംബം എത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു ഇങ്ങനെ അങ്ങയുടെ ജോലികൾക്ക് വേണ്ടി? ഒരു പക്ഷേ അങ്ങ് മരിച്ചു ജീവിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി. അപ്പോൾ എത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു എന്നാണ് അങ്ങേക്ക് പറയുവാനുള്ളത്? എൻ്റെ കുടുംബം എന്തു തന്നെയായാലും എന്നോട് സപ്പോർട്ടിങ് ആയിരുന്നു. കാരണം അതിലേറ്റവും പ്രധാനമെന്നത് നമ്മുടെ വൈഫ്, എൻ്റെ വൈഫിന് അറിയായിരുന്നു എൻ്റെ ഡ്യൂട്ടി എന്താണെന്നും അത് എങ്ങനെയാണ് നടക്കുന്നതെന്നും അതിൽ എന്തൊക്കെ സംഭവിക്കുമെന്നും. നമ്മൾ പല സ്ഥലങ്ങളിലും പല ദിവസവും, ചിലപ്പോൾ ഞങ്ങൾ ഇന്ന് വേറൊരു സ്ഥലത്താണെങ്കിൽ നാളെ വേറൊരു സ്ഥലത്താണ് ഉണ്ടാവുക. അങ്ങനെയുള്ള പല സിറ്റുവേഷൻ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുമുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ അവർക്ക് അറിയാമായിരുന്നു. പക്ഷെ അതുവരെ എൻ്റെ വൈഫ് എന്നത് അത്രമാത്രം എന്താ പറയണ്ടേ, ധൈര്യത്തോടു കൂടി നിന്നു എന്ന് തന്നെ പറയാം. കാരണം എൻ്റെ മുന്നിൽ നിന്ന് ഇതുവരെ ഒരു തുള്ളി കണ്ണുനീർ അവരുടെ കണ്ണിൽ നിന്ന് വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ചിരിച്ചുകൊണ്ടാണ് ഇരുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ, എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഏറ്റവും വലിയ പോസിറ്റീവ്. പിന്നെ രണ്ടാമത് എൻ്റെ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ, രാഷ്ട്രപതിയുടെ ശൗര്യചക്ര അവാർഡ് കിട്ടി എനിക്ക്. അന്ന് പ്രസിഡന്റായിരുന്ന ശ്രീമതി പ്രതിഭ പട്ടേൽജിയാണ് എനിക്ക് അവാർഡ്. അന്ന് എൻ്റെ ഒരു ടീ പാർട്ടി നടന്ന സമയത്ത് അമ്മയുടെ കൈപിടിച്ചുകൊണ്ട് പ്രസിഡന്റും അതേപോലെ പ്രൈം മിനിസ്റ്ററും ഒക്കെ നിങ്ങളുടെ മകനാണ് ഇത് എന്ന് പറയുമ്പോൾ അമ്മ അതുവരെ മിണ്ടിയ എൻ്റെ അമ്മ എന്നൊന്നും മിണ്ടാതെ എന്നിങ്ങനെ നിന്നു. പിന്നീട് ഹോട്ടൽ റൂമിൽ വന്നപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താണൊന്നും മിണ്ടാതെ ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ മാറോട് ചേർന്നുകൊണ്ട് എന്നെ ഒരു തുള്ളി കണ്ണുനീർ എൻ്റെ ദേഹത്തേക്ക് വന്നു. അപ്പൊ അമ്മ പറഞ്ഞത്, എനിക്ക് ജന്മം നൽകാൻ സാധിച്ചത് ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയാം. കാരണം ഒരു സൈനികനായതിൽ എൻ്റെ മാതാവും എൻ്റെ പ്രിയപത്നിയും അഭിമാനിക്കുന്നു. അതേപോലെ എൻ്റെ മകനോട് ചോദിക്കുകയാണെങ്കിൽ, ഈ ഒരു ധീരനായിട്ടുള്ള സൈനികന്റെ പുത്രനായി ജനിക്കാൻ കഴിഞ്ഞതിലാണ് എനിക്ക് അഭിമാനമെന്ന് മാത്രമാണ് എൻ്റെ മകൻ പറയും. എൻ്റെ കുടുംബവും അത് തന്നെയാണ് പറയുക. കാരണം സൈനികൻ ചെയ്യുന്ന പ്രവൃത്തി അങ്ങനെയുള്ള പ്രവൃത്തിയാണ്. കാരണം അവര് രാഷ്ട്രത്തിന്റെ സ്വത്തും വീട്ടിലെ അതിഥിയുമാണ്. രാഷ്ട്രത്തിന്റെ സ്വത്തായിട്ടാണ്, അല്ലെ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായിട്ടുള്ള ഡ്യൂട്ടി നോക്കലാണ് അവർ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ കുടുംബത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എൻ്റെ അമ്മയോ അല്ലെ എൻ്റെ ഭാര്യയോ എന്നോട് അറിയിച്ചിട്ടില്ല. കാരണം അവർക്കറിയാം എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ മകൻ ഈ ഡ്യൂട്ടി നോക്കുന്നത് നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല, രാഷ്ട്രത്തിന് വേണ്ടി കൂടിയാണ്, എല്ലാ ജനങ്ങളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവനോട് ചില വിഷമതകളുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഒന്നും പറയാതെ അവരുടെ അടുത്ത് തന്നെ അത് വെച്ചുകൊണ്ട് ആ കാര്യം സോൾവ് ചെയ്യാം. അപ്പോൾ ഒരു രാഷ്ട്രത്തിൽ ഒരു സൈനികൻ മാത്രമല്ല ഡ്യൂട്ടി ഉണ്ട്, എൻ്റെ കുടുംബം ഒന്നടങ്കം രാഷ്ട്രത്തെ സേവിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. ഞാനെന്നല്ല, എല്ലാ സൈനികർക്കും അതേപോലെ തന്നെയാണ്. മറ്റൊരു കാര്യം, ഈ തഹാവൂർ റാണയെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങേക്ക് അദ്ദേഹത്തെക്കുറിച്ച് എന്ന് വെച്ചാൽ എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അതിനെക്കുറിച്ച് അങ്ങയുടെ ഒരു അഭിപ്രായം എങ്ങനെയാണത്?
ഏത് രീതിയിലുള്ള ഒരു ശിക്ഷാവിധിയിലൂടെ അദ്ദേഹം കടന്നു പോകണം? അങ്ങനെ ഒരു പട്ടാളക്കാരൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് അങ്ങേക്ക് തോന്നുന്നത്? കാരണം തഹാവൂർ റാണയെ നമ്മുടെ ഇന്ത്യയിൽ എത്തിക്കുക എന്നത് അതിനൊരു രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ രാജ്യത്തിന്റെ അകത്തളങ്ങളിലേക്ക് ടെററിസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ആക്രമണമോ ഉണ്ടായാൽ അതിനെ ഞങ്ങൾ പ്രതിരോധിച്ചുകൊണ്ട് അത് ആദ്യം പറഞ്ഞതുപോലെ രാജ്യത്തിനകത്ത് വന്ന ഒരു തീവ്രവാദിയും തിരിച്ചു പോയിട്ടില്ല, തിരിച്ചു പോകാൻ നമ്മുടെ സൈനികർ വിട്ടിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്നത് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള സംഭവ വികാസങ്ങൾ എങ്ങനെയായി. കാരണം രാജ്യത്തിനെതിരെ പോരാടിക്കൊണ്ട് ഉള്ള ഒരു ശത്രു അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്തിലെ ഏതെങ്കിലും കോണുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ തേടി ഞങ്ങളെത്തും, നിങ്ങളെ നമ്മുടെ രാജ്യത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന തക്കതായ ശിക്ഷ ഞങ്ങൾ നൽകും എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ ഒരു ഏറ്റവും വലിയൊരു പോസിറ്റീവ് അല്ലേ ഇപ്പം നടന്നിരിക്കുന്നത്. കാരണം തഹാവൂർ റാണയാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ വിചാരണ നടത്തി, അത് പ്രൂവ് ചെയ്തു, മറ്റുള്ളതിൽ അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചു. ഇനി അങ്ങോട്ട് നമ്മുടെ ഈ 2012 നവംബർ 21 നമ്മുടെ അജ്മൽ കസബ്, നമ്മുടെ ജീവനോട് പിടിച്ച അജ്മൽ കസബ്, ഇതുവരെ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഇന്റർണൽ ടെററിസം, കാരണം നമ്മുടെ ഇടയിൽ തന്നെയാണ് ടെററിസം, നമ്മൾ പാകിസ്ഥാനിനല്ല ആരും ലോകത്തിന് നമ്മൾ കാണിച്ചു കൊടുത്തില്ലേ അജ്മൽ കസബ് എന്നത് പാകിസ്ഥാനുകാരനാണ് അല്ലെ പാകിസ്ഥാനിയാണ് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കി. അതേപോലെ അജ്മൽ കസബിന് തക്കതായ ശിക്ഷ നമ്മുടെ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ആ നിയമവ്യവസ്ഥയിൽ അദ്ദേഹം ചെയ്ത കുറ്റങ്ങളൊക്കെ അദ്ദേഹം സമ്മതിച്ചു. അത് സമ്മതിക്കുക മാത്രമല്ലോ, എല്ലാവരും കണ്ടതാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ അതിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും വലിയ ശിക്ഷ എന്ന രീതിയിലേക്ക് മരണശിക്ഷ വിധിച്ചു. അങ്ങനെ അദ്ദേഹത്തെ തൂക്കിലേറ്റി. അതേപോലെ തന്നെ ആയിരിക്കും ഇതിന് വിചാരണകൾ നടക്കും. അദ്ദേഹം എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ പോയിട്ടുണ്ട്, ആരൊക്കെയായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ചിലപ്പോൾ അത് കണ്ടുപിടിച്ചുകൊണ്ട് അവർ മാത്രമല്ല, തഹാവൂർ റാണ മാത്രമല്ല, അതിന്റെ പിന്നിൽ ആരെങ്കിലും ഇനി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ഈ ചോദ്യം ചെയ്യുന്ന മറ്റുള്ള ഇടയിലേക്ക് ആരും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരും ഇതിലേക്ക് പിടിക്കപ്പെടും. ഇപ്പോൾ തന്നെ നമ്മുടെ മുൻ DGP ലോക്നാഥ് ബെഹ്റ സർ പറയുന്നത് കേട്ടു, അവരുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടു. കാരണം കൊച്ചിയിൽ പോലും വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ ആരെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവരെയും അറസ്റ്റ് ചെയ്യും. അപ്പോൾ ഏതൊരു കാര്യത്തിലും എന്ത് തന്നെയായാലും രാജ്യത്തിനെതിരെ പോരാടാൻ വന്ന ആര് ശ്രമിച്ചു കഴിഞ്ഞാലും അത് അവരെ നമ്മുടെ രാജ്യം കൃത്യമായ വിചാരണ നടത്തി കൃത്യമായ ശിക്ഷ നൽകുമെന്ന് ഉറപ്പാണ്. പിന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമ്മുടെ അജ്മൽ കസബിന് നൽകിയ പോലെ തന്നെയുള്ള ഒരു ശിക്ഷ തഹാവൂർ റാണയ്ക്ക് നൽകണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ.